ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ സ്ത്രീ ശക്തി മോദിക്കൊപ്പം പരിപാടിയെ അഭിസംബോധന ചെയ്യും. ലക്ഷദ്വീപിൽ 1150 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. KSRTCയുടെ ചെലവ് കുറയ്ക്കും, നഷ്ടത്തിലോടുന്ന ബസ്സുകൾ നിർത്തുമെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കൊല്ലത്ത് തിരശ്ശീല ഉയരും. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ 1150 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. കടലിനടിയിലേക്കുള്ള കൊച്ചി ലക്ഷദ്വീപ് ഒപ്റ്റിക്കൽ കണക്ഷൻ പദ്ധതി ഇതിൽ ഉൾപ്പെടുന്നു. ദ്വീപിലെ ഇന്റർനെറ്റ് വേഗത 100 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന പദ്ധതിയാണിത്. കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ്, ബാറ്ററി പിന്തുണയോടെയുള്ള സൌരോർജ്ജ പദ്ധതി, ഇന്ത്യ ബറ്റാലിയൻ സമുച്ചയത്തിലെ പുതിയ കെട്ടിടം എന്നിവയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. ഇന്നലെയാണ് പ്രധാനമന്ത്രി ലക്ഷദ്വീപിലെത്തിയത്. 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തൃശൂരിലെത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിലും പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്ന തേക്കിൻകാട് മൈതാനത്തും വൻ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്. 5 വർഷത്തിനിടെ ഇത് 3ാം തവണയാണ് പ്രധാനമന്ത്രി ഈ ജില്ലയിലേക്ക് എത്തിച്ചേരുന്നത്. 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തിലും അതിനോടൊപ്പം നടക്കുന്ന റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീജനങ്ങളാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ഈ ചടങ്ങിൽ കേരള ഘടകം BJP പ്രത്യേകം ആദരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തൃശൂർ ജില്ലയിൽ പൂർത്തിയായി കഴിഞ്ഞു. നഗരത്തിലും പ്രധാനമന്ത്രി വരുന്ന വഴികളിലും 3000-ലധികം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംഘവും വേറെയുമുണ്ടാകും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് നഗരത്തിൽ കർശന ഗതാഗത നിയന്ത്രണങ്ങളാണ് ഇന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 11 മണി മുതലാണ് നിയന്ത്രണങ്ങൾ ആരംഭിച്ചത്. KSRTCയുടെ ചെലവ് കുറയ്ക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഔദ്യോഗികമായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നഷ്ടത്തിലോടുന്ന ബസ്സുകൾ നിർത്തും, മറ്റു വാഹന ക്രമീകരണമില്ലാത്ത സ്ഥലത്ത് മാത്രം സർവീസ് തുടരും, എല്ലാ യൂണിയനുകളുമായും സഹകരിക്കുമെന്നും ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞു. നാളെ ആരംഭിക്കുന്ന 62ാമത് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ രാവിലെ ആരംഭിച്ചു. കൊല്ലം ജില്ല ആതിഥേയത്വം വഹിക്കുന്ന കലോത്സവം നാളെ മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ഓരോ ജില്ലയ്ക്കായി പ്രത്യേക രജിസ്ട്രേഷൻ കൌണ്ടറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി കോഴിക്കോട്ട് നിന്നും കൊണ്ടുവരുന്ന സ്വർണ്ണക്കപ്പ് കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു. പ്രവേശന കവാടമായ കുളക്കട പാലം ജംഗ്ഷനിൽ വൻ വരവേൽപ്പാണ് ഒരുക്കിയത്. വൈകിട്ടോടെ കൊല്ലം നഗരത്തിലെത്തിച്ചേരും. നഗരപ്രദക്ഷിണത്തിന് ശേഷം മുഖ്യവേദിയായ ആശ്രമ മൈതാനിയിലെത്തും. തുടർന്ന് സ്വർണ്ണക്കപ്പ് ജില്ലാ ട്രഷറിയിൽ സൂക്ഷിക്കും. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് വിജയകരമായി പര്യടനം തുടരുന്നു. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി സിറ്റി സെന്റർ, വേങ്ങാട് എന്നിവിടങ്ങളിൽ പര്യടനം തുടരുന്നു. മേലേചൊവ്വ, മാങ്ങാട്ടിടം എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം പര്യടനം എത്തിച്ചേരും. തിരുവനന്തപുരം ജില്ലയിൽ മടവൂർ, പള്ളിക്കൽ, മണ്ണന്തല, നാലാഞ്ചിറ എന്നിവിടങ്ങളിലാണ് ഇന്നത്തെ പര്യടനം. എറണാകുളം ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പയാത്ര ഇന്ന് കോലഞ്ചേരി, ഐക്കരനാടിലും മഴുവന്നൂരിലും നടക്കും. കോഴിക്കോട് ജില്ലയിൽ തൂണേരി ബ്ലോക്കിലേക്ക് പ്രവേശിക്കുന്ന യാത്ര പുറമേരി, നാദാപുരം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. പരിപാടിയോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്കുള്ള സൌജന്യ പാചക വാതക കണക്ഷൻ വിതരണം, സൌജന്യ രക്തപരിശോധനാ ക്യാമ്പ്, കർഷകർക്കുള്ള ഡ്രോൺ പ്രദർശനം, വീഡിയോ പ്രദർശനം എന്നിവയും സംഘടിപ്പിക്കും. കൊല്ലം ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്കിടെ മുദ്രയോജന ഗുണഭോക്താവ് രത്നമ്മ തന്റെ അനുഭവം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു. സാഹചര്യങ്ങളും കടബാധ്യതയും തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ബാങ്കിനെ സമീപിച്ച് ഒരു റെഡിമെയ്ഡ് യൂണിറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു ലോൺ ആവശ്യപ്പെട്ടു. അങ്ങനെ വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. ഉദ്യമ രജിസ്ട്രേഷനൊക്കെ എടുത്തതിന് ശേഷമാണ് ഇവിടെ വന്ന് ലോൺ എടുത്തത്. നല്ല സഹകരണമായിരുന്നു ബാങ്കിൽ നിന്നുണ്ടായത്. ആ ലോൺ എടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇപ്പൊ 2 പേർ കൂടി അവിടെ തൊഴിൽ കൊടുക്കുന്നുണ്ട്. തുണികൾ പുറത്തുകൊണ്ട് വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഓണത്തിന് തുണിയെടുക്കാൻ പൈസ തികയാതെ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഉമ്മന്നൂർ യൂണിയൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു. ഉമ്മന്നൂർ യൂണിയൻ ബാങ്ക് വന്ന് മാനേജറുമായിട്ട് സംസാരിച്ചപ്പോഴും ഒരാഴ്ചക്കുള്ളിലായിട്ട് എനിക്ക് ലോൺ തന്നായിരുന്നു. ഇടുക്കി ജില്ലയിൽ പര്യടനം കരുണാപുരത്ത് തുടരുന്നു. കോട്ടയം ജില്ലയിൽ ഇന്ന് നീഴൂർ, മുളക്കുളം ഗ്രാമപഞ്ചായത്തുകളിൽ നടക്കേണ്ട പര്യടനം 16-ാം തീയതിയിലേക്ക് മാറ്റി. കൊല്ലം ജില്ലയിൽ ഇന്ന് ചവറ, ആലപ്പാട് എന്നീ പഞ്ചായത്തുകളിലാണ് പര്യടനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
രാജ്യത്ത് കഴിഞ്ഞ ദിവസം 602 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രാജ്യത്ത് 4440 സജീവ കേസുകളാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5 മരണവും സ്ഥിരീകരിച്ചു. 722 പേർ രോഗമുക്തരായി. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളുടെ വൻ ഒഴുക്ക്. ജില്ലയിലെ മിക്ക ടൂറിസം കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത്. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണൻ. ക്രിസ്തുമസ് പുതുവത്സര അവധിക്കാലത്ത് ഇടുക്കി ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ സന്ദർശകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചവരുടെ എണ്ണം 2,3430 ആണ്. ക്രിസ്തുമസ് ദിനത്തിൽ 28,233 പേരും പുതുവത്സരം ആഘോഷിക്കാൻ 21,159 പേരും ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലെത്തി. വാഗമണ്ണിലാണ് കൂടുതൽ പേർ സന്ദർശനം നടത്തിയത്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിലും ധാരാളം സന്ദർശകരെത്തി. കുട്ടിക്കാനം, പീരുമേട്, പരുന്തുംപാറ, പൊന്മുടി, ഹൈഡൽ ടൂറിസം സെന്റർ, കൊളുക്കുമല വ്യൂ പോയിന്റ്, രാമക്കൽമേട്, ഇലവീഴ പൂഞ്ചിറ, തൊമ്മൻകുത്ത്, ചീയാപ്പാറ തുടങ്ങി മിക്ക ടൂറിസം കേന്ദ്രങ്ങളിലേക്കും സഞ്ചാരികളുടെ പ്രവാഹമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്ന് ഇന്ന് തിരുവനന്തപുരത്ത്. ഉച്ചയ്ക്ക് മസ്കറ്റ് ഹോട്ടലിലെ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളാവും പങ്കെടുക്കുക. സജി ചെറിയാൻ വിവാദ പരാമർശം തിരുത്തിയതിനാൽ KCBC പ്രതിനിധികൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവടക്കം കോൺഗ്രസ്, BJP നേതാക്കൾക്കും ക്ഷണമുണ്ടെങ്കിലും ഇവരാരും വിരുന്നിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ വർഷം 570 പേരായിരുന്നു വിരുന്നിൽ പങ്കെടുത്തത്. 9,24,160 രൂപയായിരുന്നു മുൻവർഷത്തെ വിരുന്നിന്റെ ചെലവ്. ഹിൻഡൻബർഗ് വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ഉത്തരവിടണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. സെബിയെ അന്വേഷണ ചുമതലയിൽ നിന്നും നീക്കണമെന്ന അപേക്ഷയാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് തള്ളിയത്. അന്വേഷണത്തിൽ സെബിക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ജസ്റ്റിസ് JB പർഡിവാല, മനോജ് മിശ്ര എന്നിവരുൾപ്പെട്ട ബെഞ്ച് കണ്ടെത്തി. 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കോടതി സെബിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കോട്ടയം വെച്ചൂച്ചിറയിൽ നിന്ന് കാണാതായ ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാന കേസ് CBI അവസാനിപ്പിക്കുന്നത് സാങ്കേതികത്വം മാത്രമെന്ന് മുൻ DGP ടോമിൻ J. തച്ചങ്കരി. കേസ് തെളിയിക്കപ്പെടുമെന്നാണ് കരുതിയത്. CBI എന്നെങ്കിലും ജസ്നയെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേസ് അവസാനിപ്പിക്കുന്നതിൽ CBIയെ കുറ്റം പറയാൻ കഴിയില്ലെന്നും ശ്രീ തച്ചങ്കരി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരത്തിന് ഇന്ന് തുടക്കം. കേപ്പ് ടൌണിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 കളി ആരംഭിക്കുക. കോട്ടയത്ത് കിടങ്ങൂരിന് സമീപം വീടിനോട് ചേർന്നുള്ള പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ സ്ഫോടനം. ഒരാളുടെ നില ഗുരുതരം. രാവിലെ 10:30 അപകടം. നിർമ്മാണ കേന്ദ്രത്തിലെ തൊഴിലാളി ജോജിക്കാണ് പരിക്കേറ്റത്. വിനോദസഞ്ചാര കേന്ദ്രമായ തിരുവനന്തപുരത്തെ പൊന്മുടിയിൽ വീണ്ടും പുലിയിറങ്ങി. ഇന്ന് രാവിലെ 7:30 പൊന്മുടി LP സ്കൂളിന് സമീപമാണ് പുലിയിറങ്ങിയത്. LP സ്കൂളിൽ പാചകത്തിനായി വന്ന സ്ത്രീയാണ് പുലിയെ കണ്ടത്. സ്കൂളിന് പുറകിലൂടെ പുലി വനത്തിലേക്ക് കയറി പോകുന്നതാണ് കണ്ടത്. സംഭവത്തെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പൊന്മുടി പോലീസ് സ്റ്റേഷന് സമീപം പുള്ളിപ്പുലിയെ കണ്ടിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 340 പോയിന്റ് താഴ്ന്ന് 71,552-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 101 പോയിന്റ് കുറഞ്ഞ് 21,564-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 5,850 രൂപയും പവന് 200 രൂപ താഴ്ന്ന് 46,800 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം നാളെ ചിറ്റൂരിൽ ആരംഭിക്കും. രാവിലെ 10-ന് ചിറ്റൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. 39 ടെക്നിക്കൽ ഹൈസ്കൂൾ, 9 IHRD ഉൾപ്പെടെ 48 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും 1,500ഓളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുക. 9 വേദികളിലായി 48 മത്സര ഇനങ്ങൾ അരങ്ങേറും. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ജനുവരി 6-ന് നടക്കും. ഭോപ്പാൽ ഡിവിഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഈ മാസം 13-ന് രാവിലെ 6:35-ന് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടേണ്ട കൊച്ചുവേളി ഇൻഡോർ ജംഗ്ഷൻ അഹില്യ നഗരി ട്രെയിൻ റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. 15-ന് ഇൻഡോർ ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് കൊച്ചുവേളിയിലേക്കുള്ള അഹില്യ നഗരി പ്രതിവാര ട്രെയിനും റദ്ദാക്കിയിട്ടുണ്ട്. ടോക്കിയോയിലെ ഹാനഡ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കോസ്റ്റ് ഗാർഡ് വിമാനത്തിലുണ്ടായിരുന്ന 5 പേർ മരിച്ചു. അതേസമയം ജപ്പാൻ എയർലൈൻസ് വിമാനത്തിന് തീപിടിച്ചെങ്കിലും യാത്രക്കാരും ജീവനക്കാരും അടക്കം 379 പേരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ജപ്പാനിൽ ഭൂകമ്പം നടന്ന പ്രദേശത്ത് സഹായം എത്തിക്കാൻ വന്ന കോസ്റ്റ് ഗാർഡ് വിമാനത്തിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിയെ അഭിസംബോധന ചെയ്യും. ലക്ഷദ്വീപിൽ 1,150 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. KSRTCയുടെ ചെലവ് കുറയ്ക്കും. നഷ്ടത്തിലോടുന്ന ബസ്സുകൾ നിർത്തുമെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കൊല്ലത്ത് തിരശ്ശീല ഉയരും. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.